നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച 1201 കുംഭമാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ വാരത്തിൽ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ചന്ദ്രനാണ്. അശ്വതി നക്ഷത്രമാകുന്നു നാം ചർച്ച ചെയ്യുന്ന ദിനം. മേടൻ രാശിയിൽ ചന്ദ്രനാകുന്നു, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, 10-ാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, മേടം മുതൽ മീനൻ വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ശ്രദ്ധിക്കുക. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി, രേവതി. ഇവിടെ മീനൻ രാശിക്കാർ. രാശിയിൽ ശനിയുണ്ട്, 2-ൽ ചന്ദ്രൻ, 4-ാം ഭാവത്തിൽ വ്യാഴം, 6-ൽ കേതു, 11-ൽ ചൊവ്വ, 12-ൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു. ഇവിടെ മീനൻ രാശിക്കാർക്ക് 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനാണ്. ധനപരമായി നല്ല സപ്പോർട്ട് ചെയ്യും. ഹിമാംശ വസുസ്ഥാനകെ ധാന്യലാഭ. ബുദ്ധി ഉപയോഗിച്ച് ധനമുണ്ടാക്കാം. ഷെയർ മാർക്കറ്റിലൊക്കെ പോകുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ഭൂമി കച്ചവടത്തിൽ പോകുന്നവർക്ക് നല്ലതാണ്. പൂർവികമായ സ്വത്ത് വിറ്റ് പോകേണ്ടവർക്ക് നല്ല സമയമാണ്. അത് വിറ്റങ്ങ് ഒഴിവാകും. ധനനഷ്ടമൊക്കെ വരാം, പക്ഷേ രക്ഷപ്പെടണമെങ്കിൽ നല്ലൊരു മാർഗമാണിത്. ശരീരേതി സൗഖ്യം വിലാസോങ്കനാണ്. അങ്കനകളുടെ വിലാസമുണ്ടാകുന്നു. ധാരാളം സ്ത്രീകൾ വന്നു ചേരും. അത് ദാമ്പത്യത്തിന് ബാധിക്കും. കുടുംബേ രതി ജായതേ തസ്യ തുച്ഛ. നല്ല സ്ത്രീ സൗഹൃദം വരുമ്പോൾ കുടുംബത്തിനുള്ള താല്പര്യം കുറയും, വീട്ടിലേക്ക് പോക്ക് കുറയും. അപ്പോൾ ഭാര്യയ്ക്ക് സംശയം വരും, ഭാര്യ ശത്രുവാകും. കാരണം ശുക്രൻ 12-ലാണ്, ബുധൻ 12-ലാണ്. ദാമ്പത്യം കലങ്ങിപ്പോകാൻ വേറെ ഒന്നും വേണ്ട. മീനൻ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. അനാവശ്യമായ സ്ത്രീക്ക് പുരുഷ സൗഹൃദങ്ങൾ, പുരുഷന് സ്ത്രീ സൗഹൃദങ്ങൾ വന്നിരിക്കും. അത് ദാമ്പത്യത്തിലൊക്കെ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കും. ശ്രദ്ധിച്ചു കൊള്ളുക. പിടിക്കപ്പെട്ടാൽ പിന്നെ നോക്കേണ്ട. വശം ദർശനയാതി ദേവാംഗനാണ്. ദേവസ്ത്രീ പോലും തൻ്റെ ദർശനത്തിൽ വന്ന് തൻ്റേതാവുമെന്നാണ്. സ്ത്രീക്കും പുരുഷനും ബാധകമാണ്. അതിനാൽ ദാമ്പത്യം, ഫാമിലി ലൈഫിനൊക്കെ ശ്രദ്ധിക്കുക. കാശുണ്ടാക്കാൻ നല്ലതാണ്. മനസ്സ് കുറച്ചും കൂടി ആത്മീയമായ വിഷയത്തിലേക്ക് പോവുക. എന്നാൽ ബുദ്ധിമുട്ട് വരില്ല. ബാങ്കിൽ വെച്ച പണയ ഉരുപ്പടികൾ എടുത്തില്ലെങ്കിൽ ലേലം വിളിച്ചു പോകും. പലിശയെങ്കിലും കൊടുക്കണം. അപ്പോൾ സ്വർണ്ണം, ധനം ഇതൊക്കെ നഷ്ടപ്പെടാതെ വളരെ കെയർഫുള്ളായിട്ട് നീങ്ങണം. ഭാര്യയും ഭർത്താവും ഒരു ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യണം. അതോടുകൂടി കുറേ ക്ലേശങ്ങൾ ദാമ്പത്യ വിഷയത്തിൽ പരിഹരിക്കപ്പെടും. ഡൈവേഴ്സിന് വേണ്ടി ഓടി നടക്കുന്നൊരു സമയമാണ്. അവർ ചിന്തിക്കണം. കാരണം ബുധൻ നീചത്തിലേക്ക് പോവുകയാണ്. 1-2 മാസം കഴിഞ്ഞ് ഡൈവേഴ്സിനൊക്കെ പെറ്റീഷൻ ഫയൽ ചെയ്യുക. അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. തൻ്റെ പാർട്ട്ണറെ പറ്റി അപഖ്യാതികൾ പറഞ്ഞു വരുത്താൻ പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കും. സ്ത്രീകളൊക്കെ തന്നെ വളരെ ജാഗ്രത പാലിക്കും. പേരുദോഷം വരാതെ നോക്കുക. സ്വയം നന്നാവുക. ഭർത്താവിനെ നന്നാക്കാൻ നോക്കണ്ട. സ്വയം നന്നായി തനിക്ക് നല്ലത്. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർ, നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.